ആഭ്യന്തര കുറ്റവാളി ആസിഫ് അലിൻ്റെ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടപ്പാണ് ചിലതൊക്കെ പറയണം ചിലതൊക്കെ എഴുതണം എന്ന് തോന്നി. എഴുതാൻ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കാര്യം പറയാണ്. സംഭവം എന്താ വെച്ചാൽ ഈ സിനിമ പറയുന്നത് പുരുഷന്മാരെ ചില സ്ത്രീകൾ വേട്ടയാടുന്നതാണ്. ഇപ്പോൾ സ്ത്രീകൾക്ക് ചില നീതി ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ നീതിയുടെ പേരിൽ പുരുഷന്മാർ വേട്ടയാടാം. എല്ലാ സ്ത്രീകളൊന്നും അല്ല, ചില സ്ത്രീകൾ. സംഭവം എന്താ വെച്ചാൽ പണ്ട് പിന്നോക്കാവസ്ഥയിൽ സ്ത്രീകൾക്ക് ഉയർച്ചയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല നിയമങ്ങളും കൊണ്ടുവന്നിരുന്നു. ആ നിയമങ്ങൾ വെച്ചിട്ട് ഇന്ന് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഏത് കാര്യത്തിനും ആ നിയമമൊക്കെ ഒന്ന് വളരെ നല്ലതാണ് സ്ത്രീകൾ ഉയർച്ചയെ കൊണ്ടുവരാൻ വേണ്ടി. പക്ഷേ അങ്ങനത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസ രീതിയിൽ വളരെ മുന്നോട്ട് വന്നപ്പോൾ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ പല സ്ത്രീകളും ഇന്ന് ചൂഷണം ചെയ്യുന്നുണ്ട്, അപ്പോൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഒരു പുരുഷനും ദേഷ്യം തോന്നിയാൽ കള്ളക്കേസ് കൊടുത്താൽ തീരാന്ന് വിഷയമുള്ളൂ. പിന്നെ എന്തെങ്കിലും ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ ഡിവോഴ്സ് കൊടുത്തിട്ട് നല്ല പൈസ ഉണ്ടാകുക, ജീവനാംശം നഷ്ടപരിഹാരമൊക്കെ ആയിട്ട് വാങ്ങിയെടുക്കുക. അതൊക്കെ തന്നെയാണ് ആ സിനിമ പറയുന്നത്. നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യൻ്റെ കേസ് ഉണ്ടല്ലോ, അമ്മേൻ്റെ പേരിലാണ് സ്വത്തുള്ളത് കൊണ്ട് കുറച്ച് കഴിച്ചിലായെന്നൊക്കെ അല്ലേ, വലിയ ജീവനാംശമായി വലിയ പൈസ ഭാര്യ ആവശ്യപ്പെട്ടുള്ള ന്യൂസ് കണ്ടു. കൂടുതൽ സത്യാവസ്ഥ ഒന്നും എനിക്കറിയില്ല, ഞാൻ അതിനെക്കുറിച്ച് അധികം നോക്കിയിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ PSG താരം ഹക്കീമിൻ്റെ ഒക്കെ അല്ലേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഒരു സ്ത്രീയുടെ വിഷയമുണ്ട്, ഒരു പെൺകുട്ടിയുടെ വിഷയമുണ്ട്, പെട്ടെന്ന് കത്തും. അപ്പോൾ പുരുഷനൊരു വിഷയം ഉണ്ടായാലും സ്ത്രീ ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്താലൊന്നും മാധ്യമങ്ങളും നമ്മളത്ര ചർച്ചയില്ല, സ്വാഭാവികം. പക്ഷേ ഒരു സ്ത്രീയുടെ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മളെ കത്തിച്ച് കളയും. ന്യൂസിലൊക്കെ ഫുൾ അതായിരിക്കും അല്ലേ. ഇന്ന് പല നിയമങ്ങളുടെ പേരിലും പുരുഷന്മാരെ വേട്ടയാടുക. ഒരു സ്ത്രീ പറയുന്നതാണ് സത്യം, പുരുഷനാ പറയുന്നത് സത്യം അല്ലാണ്ടായി മാറണം. അപ്പം ആ സിനിമയിൽ ഇങ്ങനത്തെ പല കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് പലതും സത്യമായി തോന്നിയിട്ടുണ്ട് അല്ലേ. പല നിയമം ഒരു കേസെടുത്ത് ഇന്നതിൻ്റെ വിഷയം നമ്മൾ കേസ് കൊടുത്താൽ കോടതി കയറ്റാം, ജോലി തെറിപ്പിക്കാം, ഒക്കെ സുഖമാണ്. കാരണം സ്ത്രീയുടെ മൊയ്ക്ക് അത്രയും പവർഫുള്ളാണ്. സിനിമയും കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടതും നമ്മുടെ ചിന്താഗതി മാറണം. ഈ ജെൻഡർ ഈക്വാളിറ്റി പറയുന്ന പലരുമാണ് എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത് നീതി വേണമെന്ന് പറയും. പക്ഷെ പുരുഷന് നീതി എത്തുമ്പോൾ അത് വേണ്ട, സ്ത്രീക്ക് മാത്രം നീതി ലഭിക്കണം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് പലരും മാറി. ഇന്ന് സ്ത്രീകൾ പറയുന്നത് മാത്രമായിട്ട്, ചില സ്ത്രീകൾ പറയുന്നത് മാത്രമായിട്ടുള്ള സത്യമാകുന്നത് ഞാൻ കാര്യം കുറ്റപ്പെടുത്തല്ല. സംബന്ധം വെച്ചാൽ ഇപ്പം ആരാണിനെ തകർക്കണമെന്ന് തോന്നിയാൽ ഇതിൻ്റെ ദേഷ്യമുണ്ട്, കള്ളക്കേസ് കൊടുത്താൽ തീരും, വട്ടം കറക്കുക, കോടതി കയറ്റാം. പിന്നെ എന്തെങ്കിലും ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കേസ് കൊടുത്തിട്ട് നല്ലൊരു പൈസ നഷ്ടപരിഹാരം വാങ്ങിയിട്ട് ജീവനാംശം എന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ഇവർ സൂചിച്ച് ചെയ്യിക്കും. എല്ലാ സ്ത്രീകളൊന്നും അല്ല കേട്ടോ, ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല. നിയമങ്ങൾ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇതാരാ കൂടുതൽ പറയുന്നത് വെച്ചാൽ ജെൻഡർ ഈക്വാളിറ്റി പറയുന്ന ആളുകളാണ് ഇത് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ജെൻഡർ ഈക്വാളിറ്റി അല്ല, ജെൻഡർ ജസ്റ്റിസ് ആണ്, ലിംഗനീതിയാണ്. ആണിന് തന്നെ നീതി ആണിനും കിട്ടണം, പെണ്ണിന് തന്നെ നീതി കിട്ടണം. ഇത് തുല്യത തുല്യത ഇപ്പോൾ പെൺകുട്ടികൾക്ക് സ്ത്രീകൾക്ക് മാത്രമേ പോകണ്ട, ആണിന് തുല്യത കിട്ടില്ല എന്ന് കാര്യത്തിൽ നിങ്ങൾ ആലോചിക്ക്. ഇപ്പോൾ ആ സ്ത്രീ പറയുകയാണെങ്കിൽ ഭയങ്കര മീഡിയ അറ്റൻഷൻ. ഇന്നൊരാണ് സത്യം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ല. അപ്പോൾ ഒരാണിനെ സ്ത്രീ കൊന്ന വലിയ ചർച്ച ഉണ്ട്. നമ്മൾ ജ്യൂസ് കലക്കി കൊടുത്ത അമ്മക്കറിയാം. പക്ഷേ ഒന്നും വലിയ ചർച്ചയില്ല, ആരും അത്രയില്ല. ശരി, സ്ത്രീക്ക് ഒരു വിഷയം ഉണ്ടായാലും എന്ത് ചെയ്യും, ഭയങ്കര വിഷയം. ഈ ജെൻഡർ ഈക്വാളിറ്റി പറയുന്ന ആളുകൾക്ക് ആണിന് കിട്ടില്ല കുഴപ്പമില്ല, ഈ സിനിമ കാണണം, പുരുഷന്മാർക്ക് കിട്ടിയിട്ട് നീതി കിട്ടില്ല. ഇതിനെക്കുറിച്ചൊക്കെ അങ്ങനെ എന്താ പറയണ്ടല്ലോ, കൂടുതൽ പറയാട്ടോ. കാരണം പലരും ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് കിട്ടേണ്ട നീതി വെച്ചിട്ട് പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നഷ്ടപരിഹാരം വാങ്ങുക, കള്ളക്കേസ് കൊടുത്ത് കോടതി കയറ്റുക അല്ലേ. ഹക്കീമിൻ്റെ ഒക്കെ കേസ് നമ്മൾ കേട്ടാണ്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തോ.